സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ED 39 ലക്ഷം രൂപ മൂല്യം വരുന്ന സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യക്കെതിരെ കടുത്ത നടപടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. താരത്തിന്റെ 39 ലക്ഷത്തോളം രൂപ മൂല്യം വരുന്ന സ്വത്തുവകൾ ED കണ്ടുകെട്ടി. ഇതിൽ ഭൂമിയടക്കം ഉൾപ്പെടും. നേരത്തെ ഈ സേവ് ബോക്സ് ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി നടൻ ജയസൂര്യ പ്രവർത്തിച്ചിരുന്നു. അതിന്റെ രേഖകൾ ഉൾപ്പെടെ കരാർ രേഖകൾ ഉൾപ്പെടെ ED കണ്ടെടുത്തിരുന്നു. കൂടാതെ ജയസൂര്യയെ 2 വട്ടം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നതാണ്. ജയസൂര്യയുടെ ഭാര്യ സരിതയും കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തി സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തുക ഉണ്ടായി. ഈ നിരവധി പേരെ കബളിപ്പിച്ചുകൊണ്ട് പണം സമ്പാദിച്ച ഒരു സ്ഥാപനമാണ് സേവ് ബോക്സ് ആപ്പ് എന്ന് പറയുന്നത്. ആ സേവ് ബോക്സ് ആപ്പിന്റെ ഉടമ സാത്വിക് റഹീമാണ്. സാത്വിക് റഹീമിന്റെ കമ്പനികളിൽ നിന്ന് നടൻ ജയസൂര്യയ്ക്ക് പണം വന്നിട്ടുണ്ട്. ഇത് തന്റെ പ്രവർത്തിക്കുള്ള, അതായത് ബ്രാൻഡ് അംബാസിഡർ എന്ന പ്രവർത്തിക്കുള്ള പ്രതിഫല തുകയാണ് എന്നതായിരുന്നു ജയസൂര്യയുടെ വാദം. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം നിയമപരമായിട്ടുള്ള ആംഗിളിൽ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ തട്ടിപ്പിൽ ഉൾപ്പെട്ട ഒരു കമ്പനി, നിരവധി പേരെ വഞ്ചിച്ച ഒരു കമ്പനി, അങ്ങനെ തട്ടിപ്പിലൂടെ സമ്പാദിച്ചിട്ടുള്ള പണം, ആ പണത്തിന്റെ ഒരു വിഹിതമാണ് ജയസൂര്യയ്ക്ക് വന്നത് എന്നതാണ് ED കണക്കാക്കുന്നത്. അത് പ്രൊസീഡ്സ് ഓഫ് ക്രൈമാണ്. അതുകൊണ്ടാണ് ഈ കണ്ടുകെട്ടൽ നടപടിയിലേക്ക് പോയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ താരത്തെ പ്രതി ചേർത്ത് പിന്നീട് റിപ്പോർട്ട് കൊടുക്കുന്ന നടപടികളിലേക്കായിരിക്കും ED പോവുക. ഏറെ വിവാദമായൊരു കേസാണിത്, ഈ സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പ്. അതായത് ഇതൊരു ഓൺലൈൻ ലേല ആപ്പാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വളരെ വിലക്കുറവിൽ ഓൺലൈൻ ലേലത്തിലൂടെ സ്വന്തമാക്കാം എന്നതായിരുന്നു കമ്പനിയുടെ വാഗ്ദാനം. മാത്രമല്ല ഇതിന്റെ ഫ്രാഞ്ചൈസി വാഗ്ദാനം ചെയ്തുകൊണ്ട് നിരവധി പേരെ കബളിപ്പിച്ചാണ് ഈ സാത്വിക് റഹീം ഉൾപ്പെടെ പണം സമ്പാദിച്ചത്. അതിന്റെ ഭാഗമായിട്ട് തൃശൂർ പോലീസ് കേസെടുത്തിരുന്നു. തൃശൂർ പോലീസ് സാത്വിക് റഹീമിനെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ഉണ്ടായി. തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി ഇക്കാര്യങ്ങൾ പരിശോധിച്ച് കേസെടുത്ത് തുടർ നടപടികളിലേക്ക് വന്നിരിക്കുന്നത്. ഇതിൽ ഈ സാത്വിക് റഹീമിന് ഒട്ടനവധി സിനിമാ ബന്ധങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടും ED കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു. അങ്ങനെ വിപുലമായൊരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ സുപ്രധാനമായിട്ടുള്ള നടപടി വന്നിരിക്കുന്നത്. ഇതിൽ തുടർ നടപടികളും വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.